നോക്കിയേ, നമുക്കൊന്ന് എവിടേക്കെങ്കിലും പോവല്ലേ? ഇന്ന് അതായാലും നിങ്ങൾ ഫ്രീ അല്ലേ? ഇവിടെ വെറുതെ എങ്ങനെ ഇരിക്കുക. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എവിടക്ക പോണോ? ആരാ വേറെ ഉള്ളത്? നമ്മൾ രണ്ടാളും ഒറ്റക്കോ? ഒറ്റക്കായ രസം ഉണ്ടാവില്ല അല്ലേ? പോകാനൊക്കെ സ്ഥലമുണ്ട്. നമുക്ക് തല്ലുമാലി ചോദിച്ചോ കേട്ടോ, അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അല്ല, അജ്ജ് പോകണമെന്നിട്ട് ഇപ്പോൾ തല്ലുമാല ടീമിനോട് ചോദിച്ചോ എന്താ അവസ്ഥ? വല്ല ഉണ്ടാവുമോ? ചോലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൈബായിരുന്നു അല്ലേ? അവരോട് കുറച്ച് ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിരിക്കണേ. അൻഷിഫ്, അൻവർ ഷാനു, ആഷിഫ്, അൻസാരി, നിസാർ, ജാബിർ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പോരാറാണ്. പിന്നെ കുറച്ച് ലേഡീസിനോടും ഞാൻ ചോദിച്ചിരിക്കണം. ലേഡീസും കുറച്ച് ആൾക്കാർ പോരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓലും ചോദിച്ചു എവിടേക്കാ ഇപ്പോൾ പോകുക, എവിടെ ഇപ്പോൾ അതിനെ പറ്റിയ സ്ഥലം എന്നൊക്കെ ചോദിച്ചോല്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനെ പറ്റി നല്ല അടിപൊളി സ്ഥലമുണ്ട് എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞങ്ങനെ ഞാൻ അവരോട്. നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോരാ, ഉണ്ടെങ്കിൽ വേഗം പേരൊന്നോളിന്ന് പറഞ്ഞാൽ. ഓല് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്നോട് എവിടെ സ്ഥലം പറയാന്ന് അറിയണ്ട്. സ്ഥലം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഞാനൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞേക്കുക. ഇജ്ജ് ഓലോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് പറയാം സ്ഥലം എടുക്കാന്ന്. സ്ഥലം പറയണ്ട, എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് തീരുമാനിക്കാം. ഏതാ നല്ല സ്ഥലം എന്ന് വെച്ചാലേ അതിന് തീരുമാനിക്കാം നമുക്ക്. സ്ഥലം ഇത് തന്നെയാണ്, ഞാൻ പറഞ്ഞ സ്ഥലത്താണ്. നല്ല വൈബായിരിക്കും. ജാതി ഗാർഡൻ റിസോർട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് നമ്മുടെ കോഴിക്കോട് മുക്കം പൂവാറന്തോട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാം മക്കളെ. ഞങ്ങളങ്ങനെ ഞങ്ങളെ തല്ലുമാല ടീംസിനായിട്ടും വന്നു അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തകർത്ത് തിമിർത്ത് പോന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഇവിടേക്ക് ഇനിയിപ്പം ഒരു ചെറിയ ഒരു ബഡ്ജറ്റിലാണ് ഇവർ ഇതിന് പൈസ ഈടാക്കുന്നത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അത്രക്കും അടിപൊളി വൈബ് സ്ഥലമാണ്. അടുത്ത ആ ജാതിക്കാത്തോട്ടത്തിൻ്റെ ഉള്ളിലൊരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോന്നു. നിങ്ങളും അതുപോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത് പോന്നു. അപ്പം നിങ്ങൾക്കൊക്കെ പോകാനും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാൽ മതി. വളരെ ചെറിയ റേറ്റിനാണത് അയാൾ കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളി, ബന്ധപ്പെട്ടോളി. എല്ലാവരും ഒന്ന് പോയിക്കോളി. എന്താ വെച്ചാൽ അത്രയും നല്ല സ്ഥലം കുറഞ്ഞ റേറ്റിനാണ് ഈ റിസോർട്ടൊക്കെ കൊടുക്കേണ്ടത്. നമ്മൾ മറ്റുള്ള പുറത്തൊക്കെ പോകുമ്പോൾ നല്ല പൈസക്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അത്രയൊന്നും ചിലവില്ല. നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നല്ല ഉഷാറായിട്ട് ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിച്ചിട്ട് പോരാം. ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഞങ്ങൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തകർത്ത് തിമിർത്ത് തന്നെ പോകുന്ന കേട്ടോ. രാത്രിയൊക്കെ നല്ല വൈബായിരുന്നു. കള്ളനും പോലീസും കളിക്കലും പൂളി ചാടലും ബർത്ത്ഡേയും എന്തൊക്കെയായിരുന്നു അവിടെ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങൾക്കും അടിച്ച് പൊളിച്ച് കളറാക്കണമെങ്കിൽ നമ്മളെ ജാതി ഗാർഡനിലേക്ക് വന്നോളൂ കേട്ടോ. അവിടെ എല്ലാത്തിനും നമുക്ക് എല്ലാ സൗകര്യവും, അവിടുത്തെ ആ ഒരു സൗകര്യം, അവിടുത്തെ ആ ഒരു വൈബും, പിന്നെ എടുത്ത് പറയേണ്ട കാര്യം റൂമുകളൊക്കെ നല്ല വൃത്തിയും വെടുപ്പുള്ള മനോഹരം തന്നെ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ടാണ് കാണുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാളാണ്. ഹാളെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാട്ടോ. അവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കയറിയിട്ട് അതിൻ്റെ വലത്തെ ഭാഗത്ത് 2 ബെഡ്റൂമുണ്ട്. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബെഡ്റൂം ഒന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. അതിലൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് വേറൊരു റൂമും ഉണ്ട്. അതും നല്ല അത്യാവശ്യം നല്ല സ്പേസുള്ള റൂം തന്നെയായിരുന്നു. റൂമുകളൊക്കെ പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ചെറിയൊരു പ്രൈസിലൊന്നും ഇതുപോലത്തെ ഈ റൂമുകളും സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും കിട്ടൂല. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റിലാണ് മൂപ്പരത് കൊടുക്കുന്നത്. ഇത്രയും സംവിധാനത്തോടു കൂടെ നല്ല ഫെസിലിറ്റീസോട് കൂടെ ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളി. സ്വന്തമാക്കാനല്ല കേട്ടോ, സ്റ്റേ ചെയ്യാൻ. അങ്ങനെ അതിലോട്ട് വിളിച്ചാൽ മതി, ആ നമ്പർക്ക് വിളിച്ചാൽ മതി. ഒക്കെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമുകൾ തന്നെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കിച്ചണിൻ്റെ ഒരു ഹാളാട്ടോ. കിച്ചണുണ്ട് അപ്പുറത്ത്. കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഹാളാണ്. ഇവിടെ തന്നെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചണിന്
പറയാതിരിക്കാൻ വയ്യ. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളോടും കൂടെയുള്ള ഒരു കിച്ചൺ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു കിച്ചൺ പറഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് നല്ലൊരു വലിയ ഗ്യാസ് അടുപ്പും ഗ്യാസും കുറ്റിയും പിന്നെ പാത്രം കഴുകാനുള്ള സംവിധാനം, അങ്ങനെ എല്ലാ സംഭവമുള്ള നല്ലൊരു പിന്നെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതാണ് ആ സ്പേസ്. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം, പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പൂളാണ്. നമുക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വൈബ് തന്നെ ആയിരിക്കും. ഞങ്ങൾക്ക് ഒരു റിസോർട്ട് കൂടിയൊരു പ്രതീതി എന്നല്ലായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ തലേന്ന് എല്ലാവരും കൂടെ കൂടൂലേ, അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യുന്നത്. കാരണം ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ പാടായിട്ട് നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗവും ജാതിമരം കേട്ടോ. ജാതിമരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ഉണ്ട്. ആ ഡ്രോൺ വീഡിയോ കണ്ടാൽ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ. ചുറ്റോറും ജാതിമരും നടുവിലൊരു റിസോർട്ടും അങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ മുകളിലത്തെ റൂമാട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. മുകളിലത്തെ റൂമും മാഷാ അല്ലാഹ് അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ അടിയത്തെ റൂമിനേക്കാളും ഒന്നും കൂടെ വലിപ്പം തോന്നിക്കുന്ന റൂമുകളാണ് മുകളിലത്തെ റൂമുകൾ കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല വൈബാട്ടോ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിലും അതേപോലെ 2 റൂമും ഒരു ഹാളും പിന്നെ ഒന്നായിട്ടൊരു ബാൽക്കണി പോലത്തെ ഒന്നായിട്ടൊരു സംഭവം ഉണ്ട്. അതൊക്കെ നല്ലൊരു സ്പേസ് ആട്ടോ അതൊക്കെ നമുക്ക്. പിന്നെ അവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാനും മുസല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റാണ് ഈ ഒരു മീറ്റിംഗ് ഹാള്. അത് പറയാതെ വയ്യ. നമുക്ക് എത്ര ആൾക്കാർക്കും വന്നിരുന്നു കാരണം നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ഹാൾ തന്നെയായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും അതേപോലെ നമുക്ക് വല്ല ക്ലാസ്സുകളാണെങ്കിലും പിന്നെ സ്പീച്ചിനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു ഇനിയിപ്പോൾ പാട്ടും പരിപാടിയും ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അടിപൊളി വൈബ് സ്ഥലമാണ്, അതേപോലെ നല്ല സ്പേസും ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ ഞങ്ങളെ വിശേഷങ്ങൾ. ഞങ്ങളൊരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്ത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോന്നു. നിങ്ങൾക്കും ഇതുപോലെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ലോ ബഡ്ജറ്റിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ അവിടെ പാർക്കിങ്ങിനും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ജാതിമരങ്ങളാട്ടോ. അത് കാണുമ്പോൾ തന്നെ അവിടുന്ന് പോരാൻ തോന്നൂല, അത്രയ്ക്ക് നല്ലൊരു വൈബ് സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇത്രയൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു എൻജോയ്മെൻറ്റും വൈബുകളും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇതൊക്കെ ഞങ്ങളവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ആ സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ആ ഊഞ്ഞാലിൽ കയറാൻ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞങ്ങളത് കയറ്റിച്ചിട്ട് എങ്ങനെ വെറുതെ ഇരിക്കും, പക്ഷെ ആട്ടുന്നത് പേടിയാണ്. ഞങ്ങളവിടെ കയറ്റിച്ചിട്ട് ആട്ടി കൊടുത്തു. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ മോനോട്ടോ, ഓന് പതുക്കെ എങ്ങനെ ആടിയിരുന്നു കേട്ടോ. അതിൽ സ്പീഡാ വന്നിട്ട് ഇപ്പം മതി നിർത്തി മാറ്റുണ്ട് ആർക്കട്ടോ. വോയിസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മോശമല്ല ആ കുട്ടി ആർക്കണ. ഏതായാലും സംഭവം നല്ല രസമായി. ഇവൻ്റെ പേര് മോനിട്ടനാട്ടോ. ഞങ്ങൾ മോനിട്ടെന്ന് വിളിക്കില്ല. ഞങ്ങളെ വൈബിനൊത്ത കുട്ടികളാട്ടോ. നല്ല കുട്ടികളാണ്. അതൊക്കെ ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മക്കളാണ്. ചിലരൊക്കെ കണ്ട വലിയ കാക്കാരായ പോലെ തോന്നുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ അന്നത്തെ ഒരു വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും കേട്ടോ. ഇതെന്താ ഡ്രോൺ വീഡിയോ. ഓക്കെ, ബൈ.